എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് അപേക്ഷ പരിശോധിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫേം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത അപേക്ഷകളെ യാതൊരുവിധ കാരണവശാലും അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതായിരിക്കില്ല. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡ്, അതുപോലെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷിച്ചത് ആ ഒരു ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന പേജിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ അതുപോലെ തന്നെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള രണ്ട് ഭാഗങ്ങൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളാണെങ്കിൽ കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ഗോട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞും ലിങ്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിന് മുകളിലായിട്ട് തന്നെ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ലിങ്ക്, ലിങ്കല്ല, ഒരു ഭാഗം കാണാൻ സാധിക്കും. അപ്പോൾ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷനിലാണ് നിങ്ങളുടെ അപേക്ഷ കൺഫേംഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉണ്ടാവുക. അപ്പോൾ അതിങ്ങനെയാണ് കാണുക. അപ്പോൾ അതിങ്ങനെയാണ് ഉണ്ടാവുക. അത് സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ്, ഹെൻസ് ആപ്ലിക്കേഷൻ കുഡ് നോട്ട് ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്നതാണ്. അതായത് നിങ്ങളുടെ അപേക്ഷ ഫൈനലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്നതായിരിക്കില്ല എന്നുള്ളതാണ് ഈ ഒരു സൂചന നൽകുന്നത്. അതുകൊണ്ട് തന്നെ അപേക്ഷയുടെ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ അപേക്ഷ കൺഫേം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതാണ്. ആപ്ലിക്കേഷൻ ഈസ് നോട്ട് ഫൈനലി കൺഫേംഡ്, ഹെൻസ് ആപ്ലിക്കേഷൻ കുഡ് നോട്ട് ബി കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ നിങ്ങൾ കൺഫേം ചെയ്തിട്ടില്ല എന്നുള്ളതും, അറിയാതെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതും, നിങ്ങളുടെ അപേക്ഷ അലോട്ട്മെൻറ്റിനായിട്ട്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ടോ അല്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിനായിട്ടോ പരിഗണിക്കില്ല എന്നുള്ളതുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുകയും ഇതുപോലെയാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഇനി ഫൈനൽ കൺഫർമേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ ആ ഒരു പേജിൽ തന്നെയുള്ള എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് ഒരു OTP ചോദിക്കും. അപ്പോൾ ആ ഒരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലാണ് വരിക. അപ്പോൾ ആ ഒരു OTP നൽകി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്കാണ് പ്രവേശിക്കുക. അപ്പോൾ ഈ ഒരു പേജിൽ നിന്നും നിങ്ങൾ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ കറക്റ്റാണ്, അതുപോലെ ഇനി ഒരു ഡീറ്റെയിൽസും തിരുത്തേണ്ടതില്ല, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നൽകിയിട്ടുള്ളത്, അതുപോലെ തന്നെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. EWS റിസർവേഷനുള്ള വിദ്യാർത്ഥികൾ യെസ് എന്നത്, ആ ഒരു സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ മാത്രമേ യെസ് എന്ന് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ നോ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ SSLCയുടെ റിസൾട്ടിൻ്റെ ആ ഒരു പേജ് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു പേജ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു മാർക്കൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. റീവാലുവേഷന് ശേഷം മാർക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് നിങ്ങൾക്ക് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രകാരം നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ചെക്ക് ചെയ്ത ശേഷം, മുഴുവൻ ഡീറ്റെയിൽസും ചെക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾക്കൊരു പ്രിവ്യൂ പേജ് കാണാൻ പറ്റും. പ്രിവ്യൂ പേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫോം കണ്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫോം കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഒരു പേജിൽ പച്ച കളറിൽ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ഭാഗത്തും അതർ ഡീറ്റെയിൽസ് ഇതുപോലെ ഓരോ ഭാഗത്തും ഓരോ പെൻസിലിൻ്റെ ഐക്കൺ പോലത്തെ ഒരു ഐക്കൺ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള എഡിറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം വീണ്ടും വീണ്ടും സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അവസാനം ഈ ഒരു പച്ച കളറിലുള്ള ആ ഒരു പ്രിവ്യൂ പേജിൽ നിങ്ങൾക്ക് അടിയിലായിട്ട് ഇതുപോലെ ഒരു കോളം കാണാൻ പറ്റും, അതിൽ ടിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ടിക്കാവും. അതിനുശേഷം ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ച ബട്ടൺ കാണാൻ സാധിക്കും, ഫൈനൽ കൺഫർമേഷൻ. അപ്പോൾ ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതിനുശേഷം പിന്നീട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്തിട്ട് യുവർ ആപ്ലിക്കേഷൻ വാസ് ഫൈനലി കൺഫേംഡ്, യുവർ ആപ്ലിക്കേഷൻ കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അത് ചുവപ്പ് കളറിൽ ഉണ്ടായിരുന്നത് പച്ച കളറിലേക്ക് മാറിയിട്ടുള്ളത് കാണാൻ പറ്റും.
അപ്പോൾ നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ അറിയാതെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അപേക്ഷയിൽ എന്തെങ്കിലും വേണ്ട മാറ്റങ്ങളോ അല്ലെങ്കിൽ പുതുതായിട്ട് ഓപ്ഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള സ്കൂളുകളായിരിക്കണം, കോഴ്സുകളായിരിക്കണം ആദ്യം വെക്കേണ്ടത്. താല്പര്യമില്ലാത്ത കോഴ്സുകളാണെങ്കിൽ വെക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇപ്പോൾ സയൻസാണ്, കമ്പ്യൂട്ടർ സയൻസാണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ആദ്യം ബയോളജി സയൻസ് വെക്കുക എല്ലാ സ്കൂളുകളിലും, പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് എല്ലാ സ്കൂളിലും വെക്കുക, പിന്നീട് കൊമേഴ്സ് വെക്കുക എല്ലാ സ്കൂളിലും, പിന്നീട് ഹ്യൂമാനിറ്റീസ് വേണമെങ്കിൽ വെക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ വെച്ച് നിങ്ങളുടെ അപേക്ഷ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സ്റ്റാറ്റസ് ഓഫ് ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ ഫൈനലി കൺഫേംഡ്, യുവർ ആപ്ലിക്കേഷൻ കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പച്ച കളറിൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി, നിങ്ങളെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് പരിഗണിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.